1 യോഹന്നാൻ അധ്യായം 1 യേശുവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിൽ ഒരാളായ അപ്പോസ്തലനായ യോഹന്നാന്റെ സന്ദേശമാണ്. താൻ നേരിട്ട് കണ്ടതും കേട്ടതും സ്പർശിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ച് യേശുക്രിസ്തു ജീവന്റെ വചനം എഴുതുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. മറ്റുള്ളവർക്ക് തന്നോടും മറ്റ് വിശ്വാസികളോടും ഏറ്റവും പ്രധാനമായി പിതാവായ ദൈവത്തോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് യോഹന്നാൻ ഈ സന്ദേശം പങ്കിടുന്നു. ഈ പങ്കിട്ട കൂട്ടായ്മ പൂർണ്ണ സന്തോഷം നൽകുന്നു. ദൈവം വെളിച്ചമാണെന്നും അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ലെന്നും യോഹന്നാൻ പ്രഖ്യാപിക്കുന്നു. ദൈവം വെളിച്ചം ആകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്നുള്ളതു ഞങ്ങൾ അവനോട് കേട്ടു നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. 6 അവനോട് കൂട്ടായ്മ ഉണ്ടു എന്നു പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്കു പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. എന്നാൽ ദൈവം വെളിച്ചത്തിൽ ആയിരിക്കുന്നതുപോലെ നാം വെളിച്ചത്തിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മ ഉണ്ടായിരിക്കും. യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മെത്തന്നെ വഞ്ചിക്കുകയാണ്. സത്യം നമ്മിലില്ല. എന്നാൽ നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ ദൈവം വിശ്വസ്തനും നീതിമാനും ആയതിനാൽ നമ്മോട് ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും നമുക്കു പാപം ഇല്ല എന്നു നാം പറയുന്നു എങ്കിൽ നമ്മെത്തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. സത്യസന്ധത, മാനസാന്തരം, ദൈവത്തിന്റെ സത്യത്തിലും വെളിച്ചത്തിലും ജീവിക്കുക എന്നിവയുടെ പ്രാധാന്യം ഈ അധ്യായം ഊന്നിപ്പറയുന്നു. യേശുവിലൂടെ നമുക്ക് പാപമോചനം ലഭിക്കുകയും ദൈവവുമായുള്ള യഥാർത്ഥവും സന്തോഷകരവുമായ ഒരു ബന്ധത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്നു.